മക്കളെ നമ്മുടെ +1 ഏകജാലക പ്രവേശനം അതായത് +1 അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ എല്ലാവരും കൊടുത്തു തുടങ്ങി അല്ലേ. അപ്പം ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ജൂൺ 9 നമ്മളുടെ അപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് മക്കൾ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പം മിസ് കുറച്ച് മുന്നേ ഇതിൻ്റെ ഇന്നലെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്, യു വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അലോട്ട്മെൻറ്റിനെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്ന അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കണു. ഇനി ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ മക്കളെ. ഇനി അടുത്ത എൻ്റെ മക്കളുടെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം അപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ടാണത്. അപ്ലിക്കേഷൻസിൽ നിങ്ങൾ എന്തൊക്കെയാണോ കൊടുത്തത് അതിന് അവസാനം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്, ഈ പ്രിൻ്റ് ഔട്ട് ഞാൻ ഇനി പഠിച്ച സ്കൂളിൽ കൊണ്ടു കൊടുക്കണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് കൊണ്ട് കൊടുക്കേണ്ടതുണ്ടോ, അപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് കുറേ പേർക്കുണ്ട്. അപ്പോൾ മക്കളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നിങ്ങൾ എവിടെയും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സ്കൂളുകളിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന്, അതായത് ജൂൺ 9 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് കൂടെ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2 അല്ലെ. അപ്ലിക്കേഷൻസ് എൻഡ് ചെയ്യുന്നത്, അതായത് ജൂൺ 9 നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എൻഡ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ട്രയൽ അലോട്ട്മെന്റ് ആണ്. അപ്പം ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടാനുള്ള ചാൻസ് അല്ലേ, ആ ചാൻസ് ആണ് നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ അറിയാം. ഒരുപാട് പേർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഉള്ള അതേ സ്കൂൾ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാറ്, ചിലപ്പോൾ മാറി വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് നമ്മൾ എഡിറ്റിംഗ് ഓപ്ഷൻ അഥവാ സ്കൂൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാം. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഉണ്ടാവും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ജൂൺ 13 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്, നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ദിവസമാണ്. ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ അപ്ലിക്കേഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുക. അതിനുശേഷം നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ആദ്യത്തെ അലോട്ട്മെന്റ്, അതായത് നിങ്ങളുടെ അഡ്മിഷൻസ് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ജൂൺ 19 വരുന്നുണ്ടാവുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് അല്ലെ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. പക്ഷേ ഏറ്റവും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 19 അതിനുശേഷം, അതായത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം അപ്ലിക്കേഷൻ പ്രോസസ്സുകളിൽ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ്സ് വന്നു കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 5 അപ്പോൾ ജൂലൈ 5 എൻ്റെ മക്കൾ എല്ലാവരും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി, അഥവാ പുതിയ സ്കൂളിലേക്ക് +1 പോകാൻ വേണ്ടി തുടങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 5 അതിനുശേഷവും നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റുകൾ, കമ്മ്യൂണിറ്റി കോട്ട, അങ്ങനെ ഒരുപാട് അഡ്മിഷൻ പ്രോസസ്സുകൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ അഡ്മിഷനും, അതായത് +1 അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4 അപ്പോൾ ഓഗസ്റ്റ് 4 വരെ നമുക്ക് സമയമുണ്ട്. അതായത് നിങ്ങളുടെ +1 സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് ഓഗസ്റ്റ് 4 വരെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂള് അല്ലേ, ആ ഡ്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ട്രീമും ആ ഒരു സ്കൂളും തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ആൻഡ് ഓൾസോ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാമിനർ +1 ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഹോളിഡേ ബാച്ചസ് ആയിരിക്കും, നമുക്ക് സാറ്റർഡേ സൺഡേ, അതായത് നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മളുടെ ചേവായൂർ, നമ്മുടെ ഓഫീസ് സെൻറ്റർ ആയിട്ടുള്ള കോഴിക്കോട് ചേവായൂർ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് +1 നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ അല്ലേ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോൺ സ്ക്രീനിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റി ടീച്ചറിന്റെ കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ എൻ്റെ മക്കൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്നത് ഈ നമ്പറിലേക്ക് വേഗം മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആ സീറ്റ്സ് ഉറപ്പുവരുത്തുക.
അപ്പോൾ ആരും മറക്കരുത്. ഇനി അല്ല ഓഫ്ലൈൻ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് ഉണ്ട്, നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട് +1 വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ നമ്മളുടെ അഡ്മിഷൻസ് എടുക്കുക. ഈ ഒരു +1 +2 കാലം നമുക്ക് അടിച്ച് പൊളിച്ച് എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് ഫുൾ മാർക്ക് എന്നുള്ള ലക്ഷ്യം, അതായത് 1200 എന്ന് പറയുന്ന ലക്ഷ്യം നമുക്ക് അല്ലേ സ്വന്തമാക്കാം. അപ്പം ഇതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം ഈ 2 വർഷം.